ഈ രാവിലെ സമയവും അല്പസമയം നമുക്ക് ശാന്തമായിട്ട് ദൈവ തിരുമുഖത്തേക്ക് നോക്കി ദൈവിക ആലോചനകൾക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ക്രിസ്തീയ ജീവിതം ഏറ്റവും ഭംഗിയായി ഈ ഭൂമിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇന്നത്തെ വചനധ്യാനം നാം ഏവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 24-ാം വാക്യത്തിൽ മറുപടി കൊണ്ടുവരുന്ന ഒരു പ്രാർത്ഥനയെപ്പറ്റി പറയുന്നുണ്ട്. എല്ലാ പ്രാർത്ഥനകളും ഒരു പക്ഷേ മറുപടി കൊണ്ടുവരാറില്ല. പത്രോസിനോടും കൂട്ടരോടുമായിട്ട് യേശുക്രിസ്തു മർക്കോസ് 11:24 പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിക്കും. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയുടെ മറുപടി വിശ്വാസവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത് ബെഥാന്യ വിട്ടു വരുമ്പോൾ സംഭവിച്ച ഒരു സംഭവവുമായി കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന വാക്യമാണ്. യേശുക്രിസ്തു ബെഥാന്യ വിട്ടു വരുമ്പോൾ അവൻ വല്ലാതെ വിശന്നപ്പോൾ ഒരു അത്തിവൃക്ഷം തളിർത്ത പച്ചപ്പോടെ ഇലയിട്ട് നിൽക്കുന്നത് കണ്ടു. വല്ലതും കിട്ടുമെന്നുള്ള ധാരണയിൽ യേശു അത്തിയുടെ അടുക്കലേക്ക് ചെല്ലുകയും അത്തിയിൽ ഒരു ഫലം പോലും ഇല്ലാതിരിക്കുന്നത് കണ്ടിട്ട് തൻ്റെ വേദനയിൽ നിന്ന് ഫലമുണ്ടെന്ന് പ്രതീക്ഷിക്കുകയും ഫലമില്ലാതിരിക്കുകയും കാണുന്ന അവസ്ഥയിൽ ഇനി മേലാൽ നിന്നിൽ നിന്ന് ആരും ഫലം ഉപയോഗിക്കാതിരിക്കട്ടെ അല്ലെങ്കിൽ കഴിക്കാതിരിക്കട്ടെ എന്ന ഒരു ശാപവാക്കായി പറയുന്നു. ആ വാക്കിനെ കൂടെ ഉണ്ടായിരുന്ന പത്രോസും ശിഷ്യന്മാരും അത്ര കാര്യമായി ഗൗരവമായി മാനിക്കുകയോ അതിന് വില കൊടുക്കുകയോ ചെയ്തില്ല. എന്നാൽ പിറ്റേന്നാൾ അവർ പുറപ്പെട്ടു വരുമ്പോൾ ആ അത്തി വേരോടെ ഉണങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ പത്രോസിൻ്റെ വിശ്വാസം അത്യധികം വർദ്ധിച്ചു. നമ്മളും പലപ്പോഴും അങ്ങനെയാണ്. കണ്ടതിന് ശേഷം വിശ്വസിക്കുവാനിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. വിശ്വാസം, കാണാതെയുള്ള വിശ്വാസം, എത്ര വലിയ വിശ്വാസമെന്ന അന്ധമായ വിശ്വാസം, കണ്ണുമടച്ച് വിശ്വസിക്കുക, കാര്യങ്ങൾ കാണുന്നതിന് മുമ്പേ നടക്കുമെന്ന് പ്രതീക്ഷിച്ച് വിശ്വസിക്കുക. ആ വിശ്വാസത്തെ എപ്പോഴും ദൈവം പ്രോത്സാഹിപ്പിക്കുകയും അതിന് തക്ക മറുപടി തരികയും ചെയ്യുന്നതായിട്ട് വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കരിഞ്ഞു നിൽക്കുന്ന, വേരോടെ ഉണങ്ങി നിൽക്കുന്ന അത്തിയെ കണ്ടപ്പോൾ പത്രോസിൻ്റെയും കൂട്ടരുടെയും വിശ്വാസം അതിൻ്റെ വിശ്വാസ സ്കെയിലിൻ്റെ പാരമ്യത്തിലേക്ക് എത്തുകയാണ്. അതിശയത്തോടെ പത്രോസ് വിളിച്ചു പറയുകയാണ്, ഗുരു, നീ ശപിച്ച അത്തി ദേ ഉണങ്ങി നിൽക്കുന്നത് കണ്ടില്ലേ? ഈ പശ്ചാത്തലത്തിലാണ് യേശുക്രിസ്തു അവരുടെ വിശ്വാസത്തെ അല്പമൊന്ന് വർദ്ധിപ്പിക്കുവാനായിട്ട് അഥവാ ചൊടിപ്പിക്കുവാനായിട്ട് 24-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. നമ്മുടെ പ്രാർത്ഥനയിൽ പലപ്പോഴും നാം അധര വ്യായാമം നടത്തുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന വിഷയം ഹൃദയത്തിൽ വിശ്വാസമായി രൂപാന്തരപ്പെടുന്നുണ്ടോ എന്ന് ശോധന ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. വിശ്വാസത്തെ നമുക്ക് നടന്നതിന് ശേഷം കണ്ട് വിശ്വസിക്കുന്നതും നടക്കുന്നതിന് മുമ്പ് കാണാതെ അന്ധമായി വിശ്വസിക്കുന്നതുമായി 2 തരം വിശ്വാസമായി വേർതിരിക്കാം. കാഴ്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്ന വിശ്വാസവും വിശ്വാസത്തിന് മുമ്പുണ്ടാകുന്ന കാഴ്ചയും. ഇവിടെ അത്തി ഉണങ്ങിയ കാഴ്ച കണ്ടതിന് ശേഷമാണ് പത്രോസിൻ്റെ വിശ്വാസം വർദ്ധിച്ചത്. എന്നാൽ ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ കാഴ്ചയ്ക്ക് മുമ്പേ നാം വിശ്വസിക്കണം. കാഴ്ചയ്ക്ക് ശേഷമുള്ള വിശ്വാസത്തേക്കാൾ തീവ്രവും ഫലപ്രാപ്തി നൽകുന്നതും കാഴ്ചയ്ക്ക് മുമ്പേ ഉള്ള വിശ്വാസമാണ്. അതുകൊണ്ട് യേശു അവരോട് വ്യക്തമായി വളരെ ലളിതമായ ശൈലിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. സംശയത്തോടുള്ള പ്രാർത്ഥന ഒരിക്കലും ഫലം കൊണ്ടുവരുന്നില്ല എന്നത്തെ ഇതിൻ്റെ അർത്ഥം. എന്നാൽ 25-26 തുടർവാക്യങ്ങളിൽ എപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് വ്യക്തമായിട്ട് യേശുക്രിസ്തു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പലപ്പോഴും നാം പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാതെ മടുക്കുമ്പോൾ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഏറെ സഹായകമായിരിക്കും. ഒന്ന്, യാചിക്കുന്നതൊക്കെയും കിട്ടിയെന്ന് വിശ്വസിക്കുക, അതായത് വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന. എന്നാൽ അവിടെ ചേർത്ത് കർത്താവ് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുവാനായി നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് വല്ലവരോടും വല്ലതുമുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുക, അല്ലാഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുകയില്ല. അങ്ങനെയെങ്കിൽ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ഫലം കൊണ്ടുവരുന്നതിന്
പ്രാർത്ഥനയ്ക്കൊരു മുന്നൊരുക്കം ആവശ്യമാണെന്ന് ഇവിടെ കാണിക്കുന്നു. പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മുമ്പേ പ്രാർത്ഥിക്കുന്നവൻ്റെ നിൽപ്പ് ശരിയാക്കണമെന്ന് വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്നു. പലപ്പോഴും നാം വിശ്വാസം പ്രഖ്യാപിച്ച് അതിതീവ്ര വിശ്വാസം ഉണ്ടായി പ്രാർത്ഥിച്ചിട്ടും പലതും ലഭിക്കുന്നില്ല എന്ന് പരാതി പറയാറുണ്ട്. എന്നാൽ ഇവിടെ ഒന്നാമത്തെ പടി ബെഥാന്യയിലെ അത്തിവൃക്ഷത്തുമായി ബന്ധപ്പെട്ട് എപ്രകാരം പ്രാർത്ഥിക്കണം, എപ്രകാരം പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങണമെന്ന് യേശു പത്രോസിനെയും മറ്റു ശിഷ്യന്മാരെയും പഠിപ്പിക്കുന്ന സമയത്ത് ഊന്നിപ്പറയുന്ന ഒരു സത്യമാണ് പ്രാർത്ഥനയ്ക്കൊരു മുന്നൊരുക്കം ഉണ്ടാകണം. അതായത് നിൽപ്പ് ശരിയായില്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മുന്നേ നടക്കുന്നത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നാം നിൽക്കുന്നതാണ്. ആ നിൽപ്പ് തന്നെ ശരിയായില്ലെങ്കിൽ പ്രാർത്ഥന ഈ ആകാശമണ്ഡലങ്ങളെ ഭേദിച്ച് ദൈവസന്നിധിയിൽ എത്തുവാൻ പ്രയാസമാണ്. പ്രാർത്ഥനയെ പിറകോട്ട് വലിക്കുന്ന, തടയുന്ന വലിയൊരു കാര്യമാണ് സ്വർഗസ്ഥനായ പിതാവിൽ നിന്ന് ക്ഷമ നാം പ്രാപിച്ചെടുക്കേണ്ടത്. പലപ്പോഴും ക്ഷമ ലഭിക്കാതിരിക്കുന്നത് നമ്മുടെ ഉള്ളിലെ കയ്പുകളും നീരസങ്ങളും ഈർഷ്യകളും പിണക്കങ്ങളുമാണ്. അതുകൊണ്ട് നാം നമ്മുടെ സങ്കടങ്ങൾ, പരാതികൾ, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവയൊക്കെ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ കൊണ്ടുവരുമ്പോൾ ഒന്നാമത്തെ പടിയായിട്ട് മുന്നൊരുക്കമായിട്ട് നമ്മുടെ നിൽപ്പിനെ ക്രമപ്പെടുത്തുക. ആ നിൽപ്പിൽ തന്നെ കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ, വല്ലതും ഈർച്ചയായിട്ട്, കയ്പായിട്ട്, പ്രയാസമായിട്ട്, പിണക്കമായിട്ടുണ്ടെങ്കിൽ ആ നിൽപ്പിനെ ആദ്യം ക്രമപ്പെടുത്തുക. അവരോട് നാം മനഃപൂർവ്വമായി ക്ഷമിക്കുക. ക്ഷമിച്ചാൽ മാത്രമേ സ്വർഗത്തിൽ നിന്ന് പിതാവും നമ്മളോട് ക്ഷമിക്കുകയുള്ളൂ. ക്ഷമിക്കാതെയുള്ള പ്രാർത്ഥനകൾ ഒരു വൺ വേ ടോക്കായി പോകുക മാത്രമേ ഉള്ളൂ, അത് ഉത്തരം കൊണ്ടുവരികയില്ല. ക്ഷമിക്കുക എന്ന വാക്ക് എളുപ്പമാണ്, കേൾക്കുമ്പോൾ പെട്ടെന്ന് സാധ്യമാകുമെന്ന് നമുക്ക് തോന്നും. ആരോടെങ്കിലും വല്ല കയ്പും ഉണ്ടെങ്കിൽ, നമ്മളെ ബുദ്ധിമുട്ടിച്ചവർ, നമ്മളെ വേദനിപ്പിച്ചവർ, നമ്മളെ സങ്കടപ്പെടുത്തിയവർ, നമ്മളെ ഒറ്റപ്പെടുത്തിയവർ, അവരോടൊക്കെ നാം ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ ക്ഷമിക്കുക എന്ന് പറയാൻ എളുപ്പമാണ്. എന്നാൽ ആ ക്ഷമയുടെ അടുത്ത ഫലമായിട്ട് അതിൻ്റെ കയ്പിൻ്റെ വേരുകൾ ഹൃദയത്തിൽ നിന്ന് മാറ്റുവാൻ ഒരുപാട് പരിശുദ്ധാത്മ പ്രവർത്തനവും ദൈവകൃപയും ആവശ്യമാണ്. വാഗൊണ്ട് ഞാൻ സഹോദരനോട് ക്ഷമിച്ചു, മറ്റ് സ്നേഹിതനോട് ക്ഷമിച്ചു എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പക്ഷെ ക്ഷമിച്ചു എന്ന് പറയുമ്പോഴും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആഴത്തിൽ കിടക്കുന്ന ചില കയ്പിൻ്റെ പറ്റിപ്പിടിച്ചിരിക്കുന്ന വേരുകൾ അതീവമായ ദൈവകൃപയോടെ, പരിശുദ്ധാത്മാ കൃപയോടെ, കണ്ണുനീരോടെ നാം ഇരുന്ന് ക്രമപ്പെടുത്തി ഒരാന്തരിക സൗഖ്യം നമ്മുടെ ഹൃദയത്തിനുണ്ടായാൽ നിൽപ്പ് ശരിയാവും. മുന്നൊരുക്കമില്ലാത്ത പ്രാർത്ഥന ഫലം തരുന്നില്ല എന്ന് ഈ ഭാഗത്ത് വ്യക്തമായിട്ട് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാനായി നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് വല്ലവനോടും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കുക. വാക്കുകളാൽ ക്ഷമിക്കുന്നതോടൊപ്പം തന്നെ ഹൃദയപൂർവ്വം, ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പൂർണ്ണമായി കയ്പിൻ്റെ വേരുകളെ പറിച്ചു കളഞ്ഞുകൊണ്ട് ഒരാന്തരിക സൗഖ്യം പ്രാപിച്ചുകൊണ്ട് നാം ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നിൽപ്പ് ശരിയാകും. നിൽപ്പ് ശരിയായി കഴിഞ്ഞാൽ വിശ്വാസത്തോടുകൂടി നമ്മുടെ അപേക്ഷകളെ ദൈവസന്നിധിയിൽ എത്തിച്ചാൽ യാചിക്കുന്നതൊക്കെയും നമുക്ക് കിട്ടുമെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. അത്തിയുടെ വേര് കരിഞ്ഞുപോയ സംഭവത്തെ ഒരു ദൃഷ്ടാന്തമായി ഉപയോഗിച്ചുകൊണ്ട് ശിഷ്യന്മാരുടെ പ്രാർത്ഥനാ ജീവിതത്തെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുവാനായിട്ട് യേശുക്രിസ്തു പകർന്നു കൊടുത്ത 2 വേദപുസ്തക സത്യങ്ങളാണ് വിശ്വാസത്തോടുകൂടി യാചിക്കുക, പ്രാർത്ഥനയുടെ നിൽപ്പ് ശരിയാക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് നല്ല അർത്ഥവത്തായ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ആവശ്യങ്ങൾ സ്വർഗത്തിൽ ഏൽപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ യേശുവേ, ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായി വരുമ്പോൾ വിശ്വാസം വർദ്ധിക്കട്ടെ. യാചിച്ചതൊക്കെയും ഞങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥനയ്ക്കുള്ള മുന്നൊരുക്കമായി ഞങ്ങളുടെ ഹൃദയത്തിലുള്ള കയ്പുകളും എല്ലാ പ്രയാസങ്ങളെയും അങ്ങയുടെ രക്തത്താലും സത്യവചനത്താലും കഴുകി നിർമ്മലരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നപ്പാ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ഫലം കൊണ്ടുവരുന്ന പ്രാർത്ഥനകളായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വേദധ്യാനം ഇവിടെ പര്യവസാനിക്കുന്നു. ദൈവം ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.